വിഷ്ണുവിൻ്റെ മായയാണ് ഈ കാണുന്നത് മുഴുവനും. എന്താ ഈ മായാശബ്ദത്തിനർത്ഥം? വളരെ വിശേഷപ്പെട്ടതാണ്. മായ എന്ന് പറഞ്ഞാൽ വാസ്തവമല്ലാത്തത്, അവാസ്തവികമായിരിക്കുന്നത് എന്നൊരർത്ഥമാണ്. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ മുഴുവനും, ഭൂമി അടക്കം, സൂര്യനടക്കം, ചന്ദ്രനടക്കം, നക്ഷത്രങ്ങളടക്കം ഒക്കെ തേമാനമുള്ളതാണ്, പരിവർത്തനത്തിന് വിധേയമാണ്. പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? നിലനിൽക്കുന്നത് ഇല്ലാതെയായി അതിൻ്റെ സ്ഥാനത്ത് പുതിയതൊന്ന് വരുമ്പോഴാണ് പരിവർത്തനം, മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം തന്നെ നാശസൂചകമാണല്ലോ. അപ്പോൾ പ്രപഞ്ച വസ്തുക്കളെല്ലാം നശിക്കുന്നതല്ലേ? നശിക്കുന്ന വസ്തുക്കൾ എങ്ങനെ നിലനിൽക്കും? അപ്പോൾ നാശം എന്ന് പറയുന്നത് വാസ്തവത്തിൻ്റെയോ സത്യത്തിൻ്റെയോ ലക്ഷണമല്ല. അപ്പോൾ ഈ പരിവർത്തന സ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചം, പരിവർത്തന രൂപത്തിലുള്ള മനസ്സ്, ദേഹം, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് വാസ്തവമല്ല എന്നുള്ളതാണ്. അപ്പോൾ അവാസ്തവമായിട്ടുള്ളത് എങ്ങനെ ഉണ്ടായി? പരബ്രഹ്മത്തിൻ്റെയോ പരമാത്മാവിൻ്റെയോ പരമേശ്വരൻ്റെയോ വിശേഷപ്പെട്ട ഒരു ശക്തി കൊണ്ടാണ് ഈ ഇല്ലാത്തത് ഉണ്ടാവുന്നതും ഉള്ളതിൽ പരിവർത്തനം വരുന്നതും. അതുകൊണ്ടതൊരു മായയാണ്. ഇതിന് നല്ലപോലെ ചുഴിഞ്ഞ് നോക്കിയാൽ ഉള്ളി പൊളിക്കുന്നത് പോലെയാണ്. ഉള്ളി അങ്ങോട്ട് പൊളിച്ച് കൊണ്ടുപോയാൽ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലായ്മയാണ് നമ്മൾ കണ്ടെത്താൻ പോണത് എന്ന് മനസ്സിലാക്കി ഇത് വിഷ്ണുവിൻ്റെ മായാവിനോദം മാത്രമാണ്, മായാരചന മാത്രമാണ് എന്ന് വിചാരിച്ച് എല്ലാറ്റിനോടും ഒരകൽച്ച നമ്മുടെ മനസ്സിൽ തോന്നണം.